ഹായ് ഫ്രണ്ട്സ്, നമുക്കൊരു ചിക്കൻ സൂപ്പ് ഉണ്ടാക്കിയാലോ? നമുക്ക് ആദ്യമായി തന്നെ ഒരു പാത്രം അടുപ്പത്ത് വെച്ച് നമുക്ക് കോൺ ഒന്ന് ബോയിൽ ചെയ്തെടുക്കാം കേട്ടോ. അതിന് വെള്ളം തിളപ്പിച്ച് അതിലേക്ക് കോണിട്ട് പാകത്തിന് ഉപ്പ് ചേർത്ത് നമുക്ക് വേവിച്ച് കോരി മാറ്റാവേ. ഇനി ആവശ്യമായ ചേരുവകളെന്ന് പറയുന്നത് ഇത് ചിക്കൻ സ്റ്റോക്കാണ്. ചിക്കൻ ഗ്രാമ്പൂ ഏലക്കായും ഇട്ട് വേവിച്ചെടുത്ത സ്റ്റോക്കാണ്. പാകത്തിന് ഉപ്പിട്ട് അപ്പോൾ നമുക്കത് ക്രഷ് ചെയ്ത ചിക്കനും വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, കോണ്, ക്യാബേജ് കട്ട് ചെയ്തത്, ലെമൺ ജ്യൂസ്, ക്യാരറ്റും ബീൻസും കട്ട് ചെയ്തത്, കോൺഫ്ലവർ, ഉണക്കമുളകും കുരുമുളകും ചതച്ചതും, മുട്ടയുടെ വെള്ള. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം അതിനൊരു പാൻ അടുപ്പത്ത് വയ്ക്കാം. അതിലേക്ക് ബട്ടറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഒരു സ്പൂൺ ബട്ടർ ഒഴിച്ച് നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം. അതിലേക്ക് നമുക്ക് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും ചേർത്ത് വഴറ്റി കൊടുക്കാവേ. ഇനി ഇതിലേക്ക് നമുക്ക് വെജീസായ ക്യാരറ്റ്, ബീൻസ് ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാവേ. ഇനി ഇതിലേക്ക് നമുക്ക് ക്യാബേജ് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാവേ നന്നായിട്ട്. ഇനി ഇതിലേക്ക് ഞാൻ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കുകയാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാവേ. പല മോഡലിൽ നമുക്ക് ചിക്കൻ സൂപ്പ് വയ്ക്കാം. ഞാനിപ്പം വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ചിക്കൻ സൂപ്പ് പെട്ടെന്ന് ഉണ്ടാക്കുന്നത് കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ. കുട്ടികൾക്കും ഒക്കെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ സൂപ്പാണേ. നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി ഞാനിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓപ്ഷണലാണ്, മഞ്ഞൾപ്പൊടി ചേർക്കാതെയും സൂപ്പ് ഉണ്ടാക്കാൻ. ഞാൻ പറഞ്ഞില്ലേ പല മോഡലിൽ നമുക്ക് സൂപ്പ് ഉണ്ടാക്കാം. ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത് ഈ മോഡലിലാണ്. പാകത്തിന് ഉപ്പ്, വെജീസൊക്കെ ഒന്ന് വേവാനായിട്ടുള്ള പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇനി ഇതിലേക്ക് ഞാൻ കുരുമുളകും ഉണക്കമുളകും ക്രഷ് ചെയ്തത് ചേർത്ത് കൊടുക്കുകയാണ്. ഒരു സ്പൂണ്. ഇനി ഇതിലേക്ക് ഞാൻ ചിക്കൻ്റെ സ്റ്റോക്ക്, ചിക്കൻ വേവിച്ച വെള്ളമില്ലേ, ആ സ്റ്റോക്ക് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഒഴിച്ച് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തെടുക്കാവേ. അതിലേക്ക് ഞാൻ കോൺഫ്ലവർ 2 സ്പൂൺ കോൺഫ്ലവർ വെള്ളത്തിൽ കലക്കി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. കോൺഫ്ലവർ പൊടിയാണ് ഞാൻ കാണിച്ചത്. അതിനുശേഷം ഞാനതിൽ വെള്ളം ചേർത്ത് കലക്കി നമ്മളിതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു മുട്ട എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതിനെ നമുക്കൊന്ന് ബീറ്റ് ചെയ്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ, ചുറ്റിച്ച്. അപ്പോൾ ദേ ഈ പരുവത്തിൽ ഇങ്ങനെ വരുവേ. ഇനി ഇതിലേക്ക് ഞാൻ ലെമൺ ജ്യൂസ് ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കണേ, 1 സ്പൂണ്. നമ്മുടെ ചിക്കൻ സൂപ്പ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ലാസ്റ്റായിട്ട് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് മല്ലിയിലയാണ്. അതും ചേർത്ത് നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ അടിപൊളി ചിക്കൻ സൂപ്പ് റെഡി കേട്ടോ. തീർച്ചയായിട്ടും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനിയും ചിക്കൻ സൂപ്പിൻ്റെ വേറെ വേർഷനായിട്ട് വരുന്നതാണ്. ഓക്കെ, ബൈ.